ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന കമ്പോണൻസ് ആണ് കാണുന്നത്. ആർഡിനോ ഉണ്ട്, ബ്രെഡ് ബോർഡ് ഉണ്ട്, ജംപ് വയേഴ്സ് ഉണ്ട്, പിന്നെ ഒരു ടെമ്പറേച്ചർ സെൻസർ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. DHT11 ടെമ്പറേച്ചർ സെൻസറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു റിയൽ ടൈം ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ കറൻറ്റിലുള്ള ടെമ്പറേച്ചറിനെ സെൻസ് ചെയ്തുകൊണ്ട് നമ്മൾ AI ഹെൽപ്പോടെ ടെമ്പറേച്ചർ പ്രൊഡിക്ഷൻ എങ്ങനെ നടത്താമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് ബോർഡ് കമ്പോണൻസ് കാണിച്ചിരുന്നു, പക്ഷേ നമ്മൾ ബ്രെഡ് ബോർഡിൽ അതിന് ഡയറക്റ്റ്ലി ആർഡിനോയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ബ്രെഡ് ബോർഡിൻ്റെ ആവശ്യമില്ല, അപ്പോൾ നമ്മുടെ വയേഴ്സിന് എണ്ണം കൂടുന്നേ ഉള്ളൂ. പിന്നെ കണക്ഷൻ മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ബോർഡ് വെച്ചുകൂടി ചെയ്യാം. അപ്പോൾ നമ്മുടെ DHT11 ടെമ്പറേച്ചർ സെൻസർ 3 പിൻസാണുള്ളത്. VCC, ഡേറ്റ, ഗ്രൗണ്ട്. VCC എടുത്തിട്ട് നമ്മൾ ആർഡിനോയുടെ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുക ആദ്യം ചെയ്യുന്നത്. 5 വോൾട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമ്മൾ ടെമ്പറേച്ചർ സെൻസറിൻ്റെ ഡേറ്റ പിൻ എടുത്ത് ആർഡിനോയുടെ ഡിജിറ്റൽ പിൻ 2ലേക്ക് കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ ഗ്രൗണ്ട് എടുത്ത് ആർഡിനോയുടെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കണക്ഷൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആർഡിനോയുടെ ടെമ്പറേച്ചർ സെൻസറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ നമ്മുടെ സറൗണ്ടിങ്സിലെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യും. ആ സെൻസ് ചെയ്ത് നമ്മൾ ആർഡിനോയിലേക്ക് കൊടുത്തിട്ട് ആർഡിനോയിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയെ നമ്മൾ പൈത്തോൺ പ്രോഗ്രാം കോഡ് ഉപയോഗിച്ച് നമ്മൾ AI റിലേറ്റ് ചെയ്ത് AI പ്രഡിക്ഷൻ ചെയ്ത് ഡേറ്റയെ വെച്ച് നമുക്ക് എങ്ങനെയാണ് നെക്സ്റ്റ് ടൈം ടെമ്പറേച്ചർ എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുകൊണ്ട് ഡേറ്റ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഡ് വെച്ച് നമ്മുടെ ആർഡിനോയെ നമ്മൾ ലാപ്പുമായിട്ട് കണക്ട് ചെയ്തു. നമ്മുടെ ആർഡിനോ കോഡാണിത്. ആർഡിനോ കോഡിൽ നമ്മൾ കോഡ് റൺ ചെയ്തു. കോഡ് നമുക്ക് റൺ ചെയ്ത് നമുക്ക് സീരിയൽ പ്രിൻറ്റിൽ നമ്മുടെ ഔട്ട്പുട്ട് കാണിക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ സെൻസർ സെൻസ് ചെയ്യുന്ന ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ആ ടൈമും നമുക്ക് സീരിയൽ പ്രിൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ താഴെ കാണുന്നത്. അപ്പോൾ നമ്മൾ ആർഡിനോയിൽ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പൈത്തോണിലെ ടെമ്പറേച്ചർ നമുക്ക് കിട്ടിയ ടെമ്പറേച്ചർ ഉണ്ടല്ലോ, നമ്മൾ സെൻസ് ചെയ്ത് കിട്ടിയ നമ്മുടെ സറൗണ്ടിങ്സ് ടെമ്പറേച്ചർ നമ്മൾ പൈത്തോണിലോട്ട് കൊടുക്കുക ചെയ്യുന്നത്. നമ്മളതിനെ ആർഡിനോയുമായിട്ട് കോൾ ചെയ്ത് ആർഡിനോ എന്ന് പറഞ്ഞ വേരിയബിൾ ടെമ്പറേച്ചറിനെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് കോൾ ചെയ്ത് വേരിയബിൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ്. നമുക്കപ്പോൾ ഔട്ട്പുട്ട് ഇതേ കണ്ടോ, ആ ടൈം അനുസരിച്ച് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ സറൗണ്ട്സ് ടെമ്പറേച്ചർ മെഷർ ചെയ്ത് ആ ടെമ്പറേച്ചർ വാങ്ങി നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുക ചെയ്തു. ഇനി നമ്മളതിനെ ഈ AI വെച്ച് നമ്മളെങ്ങനെ AIയിൽ നമ്മൾ ലീനിയർ റിഗ്രഷൻ അൽഗോരിതം നമ്മുടെ കോമൺലി യൂസ് ചെയ്ത് അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ അപ്പോൾ അടുത്ത തുടർന്ന് വരാൻ പോകുന്ന ടെമ്പറേച്ചറുകൾ എങ്ങനെയാണ്, ഹ്യൂമിഡിറ്റി എങ്ങനെയാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കിട്ടിയ ഡേറ്റയെ നമ്മുടെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പൈത്തോണിൻ്റെ ഫയലിൽ തന്നെ വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയലിലോട്ട് നമ്മൾ ആഡ് ചെയ്യും. രണ്ടാമത്തെ പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ VS കോഡ് എന്ന് പറഞ്ഞ വേറൊരു ഫയലിലേക്ക് ആഡ് ചെയ്തിട്ട് അത് കോൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരുപാട് ഫയലുകൾ ഓപ്പൺ ചെയ്ത് ഒരു ഫയലിൽ തന്നെ വേറെ ഫയൽസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കോഡ് ഇങ്ങനെ റൺ ചെയ്ത് നമ്മൾ VS കോഡ് വെച്ച് റൺ ചെയ്യുന്നതും ആ കോഡുമാണ് ആദ്യം കാണിച്ചത്. അടുത്ത് കോൾ ചെയ്യുന്ന ഓപ്ഷനാണ് സെക്കൻഡ് കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോ ടൈം അനുസരിച്ച് അത് വേരി ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും, അതെങ്ങനെ വേരി ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഓരോ ടൈം അനുസരിച്ച് നമ്മുടെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും വേരി ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് നമ്മുടെ നമ്മുടെ റിയൽ ടൈമായിട്ട് ഡേറ്റ വെച്ച് നമുക്ക് വേറെ കുറേ പ്രോജക്റ്റുകൾ ചെയ്യാൻ സാധിക്കും. തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ അത്തരം കാര്യങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ AI മോഡലിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും കണ്ടോ, AI മോഡലിനെ പ്രിഡിക്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് കാണിക്കാണ്ടോ. നമ്മൾ കൊടുത്ത റീഡിങ്സ് നമ്മൾ VS കോഡ് വഴി കോൾ ചെയ്ത് റീഡിങ്സ് എടുത്തിട്ട് അതനുസരിച്ച് നമ്മൾ AI വെച്ച് നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മളിപ്പോൾ വന്ന ടൈം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈമിൽ എന്താണ് ടെമ്പറേച്ചർ വരുന്നത്, ഹ്യൂമിഡിറ്റി എന്താ വരുന്നത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുക ഇപ്പോൾ ചെയ്യുന്നത്. നമുക്കിതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം ഇതിനെങ്ങനെയാണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റൺ ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മളൊരു 35 സാമ്പിൾസോളം നെക്സ്റ്റ് ലെവലിൽ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും. കണ്ടോ, ആ വാല്യൂസ് വെരി ചെയ്താൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക.